ശ്രീ ആർ വി ബാബു, ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ, അതുപോലെ അസം, ത്രിപുര ഈ സംസ്ഥാനങ്ങളെ ലക്ഷ്യം ഇട്ടുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും ഒരു ക്ലെയിം വരുന്നത്. അതിനെ നിഷ്കളങ്കമായി കാണാനാകില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികളാണ്. വളരെ കൃത്യമായി നമുക്കറിയാം എത്രയോ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ അവിടെ കുടിയേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 24th സൗത്ത് ഫർഗാന ജില്ലയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മിനി ബംഗ്ലാദേശ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അവിടെ മിക്കവാറും ബംഗ്ലാദേശികളാണ് അവിടെ വന്ന് സ്ഥിരതാമസമാക്കുകയും സർക്കാരിൻ്റെ തിരിച്ചറിയൽ കാർഡുകൾ, റേഷൻ കാർഡുകൾ സ്വായത്തമാക്കുക, അത്തരത്തിൽ ഇന്ത്യൻ പൗരത്വം നേടിക്കൊണ്ട് ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കുകയാണ്. അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി അവിടെ നിൽക്കുന്നത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളവരെല്ലാം യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരന്മാരാണോ? അത്തരത്തിലുള്ള വലിയ പരിശോധനയിലേക്കൊക്കെ വഴി തുറക്കുന്നതാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിൻ്റെ ഒരു ക്ലെയിം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായും. നമ്മൾ ഇപ്പം നേരത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ശ്രീ വാണിമേൽ പറഞ്ഞത് നമുക്ക് അതായത് പട്ടാളത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി ഇത്തരം കാര്യങ്ങളെ വെച്ചുകൊണ്ടല്ല ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും നിലപാടുകളെ വിലയിരുത്തേണ്ടത്. പലപ്പോഴും പട്ടാളമല്ല ഓരോ രാജ്യത്തെയും കീഴ്പ്പെടുത്തുന്നത്, മറിച്ച് ഇന്ന് അതിന് അവരുപയോഗിക്കുന്നത് ജനങ്ങളെയാണ്. മനുഷ്യ കവചങ്ങളായിട്ട് മനുഷ്യരെ തന്നെ ഓരോ രാജ്യത്തിൻ്റെയും അധിനിവേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ആധുനിക കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. നമുക്ക് കാണാം ബംഗ്ലാദേശിൽ നിന്നും വന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഇപ്പോൾ ആസാമിനെ പരിഗണിച്ചാൽ നമുക്കറിയാം ആസാമിൽ ഏകദേശം 40% ജനസംഖ്യ, അതിൽ 40% ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം ആളുകളും ബംഗ്ലാദേശികളാണ്. ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങളാണ്. അതിൽ പൗരത്വം കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ള 1971 ആ കാലഘട്ടത്തിന് അപ്പുറത്തുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ അതിനുശേഷം സുപ്രീം കോടതി വിധി അനുസരിച്ച് പൗരത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിബന്ധനകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് നടത്തുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടുള്ള അധിനിവേശമാണ്. ആസാമിൽ അതൊരു നടത്തുന്നു, ബംഗാളിൽ നടത്തുന്നു, ത്രിപുരയിൽ നടത്തുന്നു. ഈ സംസ്ഥാനങ്ങൾ, ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ, നമ്മുടെ ഒരു വലിയ പോരായ്മ എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായി നമ്മൾ ഇതപര്യന്തം പുലർത്തിയിട്ടുള്ള സൗഹാർദ്ദ അന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 4000-ഓളം കിലോമീറ്റർ അതിർത്തി ഫെൻസിങ് ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമേ നമുക്ക് വേലി ഉണ്ടായിരുന്നുള്ളൂ. കാരണം ബംഗ്ലാദേശുമായിട്ട് നമുക്ക് അത്തരം അടുപ്പം ഉള്ളതുകൊണ്ട് ഈ അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളത്, അതിർത്തിയിൽ കാവലേർപ്പെടുത്തുക, അതിർത്തിയിലൂടെ വരുന്നവരെ തടയുക, അത് കർശനമായി നടപ്പാക്കുക എന്നുള്ളത് നമുക്ക് പതിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അത് ശക്തമാക്കേണ്ടി വരും. നമ്മുടെ അതിർത്തികൾ ശക്തമായിട്ട് ഫെൻസിങ് ഏർപ്പെടുത്തിക്കൊണ്ട് തടയേണ്ടി വരും. കാരണം ഇത് മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം ആക്കി, ആ മതസമൂഹത്തിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാക്കി അത് ബംഗ്ലാദേശിനോട് ചേർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കാശ്മീരിൽ അങ്ങനെ ചെയ്യുന്നു. അതേപോലെ ആസാമിനെയും ബംഗാളിനെയും, ഓൾറെഡി തന്നെ ബംഗാളിൽ ഇപ്പോൾ 8-9 സ്റ്റേറ്റുകൾ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായി കഴിഞ്ഞു. 9 11 എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് അതൊന്നും തദ്ദേശീയരായ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വർധനവല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. മറിച്ച് നുഴഞ്ഞു കയറി വന്ന ആളുകളുടേതാണ്. എന്തിന് നമ്മൾ ഈ 3 അതിർത്തി സംസ്ഥാനങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കണം? കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? കേരളത്തിലടക്കം ബംഗ്ലാദേശി പൗരന്മാരുടെ വലിയ തോതിലുള്ള കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. നമുക്കതിനെക്കുറിച്ചൊരു കണക്കില്ല. സംസ്ഥാന സർക്കാരിന് അതിനെക്കുറിച്ചൊരു കണക്കില്ല. ഇവിടെ ഞാൻ താമസിക്കുന്നത് പറവൂരാണ്. ഈ പറവൂരിൽ തൊട്ടടുത്ത ഒരു കടയിൽ അവരോട് ചോദിക്കുന്നു, അവരുടെ നാടെവിടെയാണെന്ന് ചോദിക്കുന്നു. അവരെ പരിചയപ്പെട്ട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഒരു മടിയും കൂടാതെ, ഒരു ഭയവും കൂടാതെ അവർ പറയുന്നത് ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണെന്നാണ്. അപ്പോൾ ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ യഥേഷ്ടം താമസിക്കാനും അവർക്ക് ജീവിക്കാനും കഴിയുന്ന സാഹചര്യം അത് നമ്മുടെ ഇന്റേണൽ ത്രെട്ടാണ്. ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് അടുത്ത ദിവസം കാസർഗോഡ് നിന്ന് അറസ്റ്റ് ചെയ്ത ഒരു ബംഗ്ലാദേശി പൗരൻ, അൽ ഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലായിട്ടുള്ള ഒരു ബംഗ്ലാദേശി പൗരനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇത് വലിയ തോതിൽ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സൈനിക ശക്തി കൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല.
അതൊക്കെ ശരിയാണ്. ഇപ്പോൾ 290 കിലോമീറ്ററോ 270 കിലോമീറ്ററോ മറ്റോ ആണ് അരക്കൻ ആർമി ബംഗ്ലാദേശിന്റെ ഭൂപ്രദേശം ഇപ്പോൾ പിടിച്ചടക്കിയത്. മ്യാൻമറിലെ ഒരു വിമത സേനയായിട്ടുള്ള അരക്കൻ ആർമി പിടിച്ചടക്കിയത് 270 സ്ക്വയർ കിലോമീറ്റർ മറ്റോ ആണ്. സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ അടുത്ത് വരെ അവർ എത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബംഗ്ലാദേശ്, ഇപ്പോൾ പട്ടിണിയുടെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നേരത്തെ നുസ്രത്ത് സൂചിപ്പിച്ചു. എനിക്ക് ഓർമ്മ 971 ഇന്ദിരാഗാന്ധി ഒരു സ്റ്റാമ്പ് ഇറക്കിയിരുന്നു, റെഫ്യൂജി സ്റ്റാമ്പ്. അതിന്റെ പേര് തന്നെ റെഫ്യൂജി സ്റ്റാമ്പ്. 5 രൂപയായിരുന്നു ആ സ്റ്റാമ്പിന്. ആ 5 രൂപയുടെ സ്റ്റാമ്പ് ഇറക്കിയത് ബംഗ്ലാദേശിനെ സഹായിക്കാനാണ്, ബംഗ്ലാദേശിലെ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ ബംഗ്ലാദേശിലെ പട്ടിണി മാറ്റാൻ സ്റ്റാമ്പ് ഇറക്കിയ, ബംഗ്ലാദേശിനെ സൈനികമായി സഹായിച്ച, ബംഗ്ലാദേശിന്റെ വികസന പ്രക്രിയയ്ക്ക് വൈദ്യുതി അടക്കം സംഭാവന ചെയ്ത, അങ്ങനെ അതേപോലെ ജലസേചനത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത അങ്ങനെയുള്ള ഒരു നാടിനെ ശത്രുരാജ്യമാക്കി മാറ്റുന്ന തരത്തിലേക്ക് ബംഗ്ലാദേശ് മാറുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു വ്യക്തിയുടെ ആശയതലത്തിൽ ഉദിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതിൻ്റെ പിന്നിൽ വലിയൊരു ബുദ്ധി കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഭാരതത്തെ വിഘടിപ്പിക്കുക, ഭാരതത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഏജൻസി. അത് ഡീപ് സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ അതേപോലുള്ള ചില സംഘടിത ശക്തികളാകാം, ചൈനയാകാം. ഏതായാലും ഭാരതം വളരെ കരുതലോടെ ഇരിക്കണം. നമ്മളെ ഭരണകൂടം മാത്രമല്ല, ദേശീയ ജനസമൂഹത്തിന് ആ കാര്യത്തിൽ വളരെ പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള വേവലാതിയും നമ്മൾ കാണുന്നില്ല. അവരുടെ പലപ്പോഴും വളരെ ഗൗരവം കുറഞ്ഞപ്പോൾ അദാനി, അംബാനി എന്നൊക്കെയുള്ള വിഷയങ്ങൾ ആണ് അവരെപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സവർക്കർ, എന്ത് പ്രസക്തിയാണ് അതിനകത്ത് ഉള്ളത്? ഇപ്പോൾ സവർക്കർ വിഷയം, അദാനി വിഷയം, ഇതൊക്കെ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വിടുന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷ തന്ത്രം അത് നമ്മൾ കാണുന്നു. അത് വളരെ വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.